വാറെല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നലെ അച്ചീവ്മെന്റ് എന്താന്ന് പറയട്ടെ ഗൈസ്. ഒരു പ്ലെയറിന്റെ അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. ഒരുത്തൻ തല്ല് വാങ്ങിച്ചിട്ട് ആ തല്ല് കണ്ടിട്ട് അവന്റെ POV സസ്സ എന്ന് പറഞ്ഞ് VCയിൽ വിളിച്ച് PC ചെക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയണല്ലേ. ഒരു ജെനുവിൻ പ്ലെയറിനെ അങ്ങനെ വിളിച്ച് PC ചെക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജുഗ്രുവിനെ ആയിരുന്നു. ഇന്നലെ ജുഗ്രുവിനെ PC ചെക്കിന് എക്സലാൻഡിസി കൊണ്ടുപോയി PC മൊത്തം അരിച്ചു ഉറക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അവന്റെ കയ്യിൽ നിന്ന് നല്ല A ക്ലാസ് തല്ല് മേടിച്ചു, മനസ്സിലായ? A ക്ലാസ് അടി കിട്ടിയിട്ട് POV വേണം എന്ന് പറഞ്ഞ് ഇതാക്കി. അത് കുഴപ്പമില്ല, ഓക്കെ, തല്ല് കിട്ടിയതന്നെയാന്ന് പറയാവേ. എന്നിട്ട് തിരിച്ച് നമ്മള് ലാസ്റ്റ് 2 അണ്ണന്മാർ സ്പോൺ ആയില്ലായിരുന്നോ? ലാസ്റ്റ് 2 അണ്ണന്മാർ സ്പോണായി വന്ന് തല്ലിയായിരുന്നല്ലോ നമ്മളെ. 2 പേർക്കും POV ഇല്ലെന്ന്. 2 പേർക്കും POV ഇല്ല. അസീമിനും POV ഇല്ല, മറ്റേ നൂബിനും POV ഇല്ലെന്ന്. 2 പേർക്കും POV ഇല്ല. എന്താ POV ഇല്ലാത്തതിന്റെ കാരണം എന്താ പറയുക? POV ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 30 days PVP ബാനാന്ന് തോന്നുന്നു ഇവിടെ. POV ഉണ്ടെങ്കിൽ എന്താ അവന്മാർക്ക് കിട്ടാൻ പോണെന്നറിയോ? മെറ്റ എല്ലാം കൂടെ അടിച്ചു കിട്ടും, മനസ്സിലായ? എന്തൊരു പ്ലാനിങ് ആയിരുന്നു അറിയാം ഗൈസ്. എന്നിട്ട് അവന്മാർക്ക് രണ്ടുപേർക്കും POV ഇല്ലെന്ന്. എന്നിട്ട് നമ്മുടെ ആൾക്കാരെ വിളിച്ച് POV ചെക്ക് ചെയ്യുക, PC ചെക്ക് ചെയ്യുക, PC അടിച്ച് വറക്കുക. നല്ല പരിപാടിയാ. എടാ പോടാ പോണേ, പറയാതിരിക്കാൻ വയ്യ, കഷ്ടം തന്നെ. അവൻ്റെയൊക്കെ ഇതൊക്കെയാണല്ലോ നീയൊക്കെ. പറയണില്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. 30 days എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ബാനൊക്കെ ഇടുന്ന കാര്യം നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. ബാനൊക്കെ ഇടുന്ന കാര്യം അവിടുത്തെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ചോളൂ. എനിക്ക് അറിഞ്ഞൂടാ. നമ്മളത് POV റിക്വസ്റ്റ് ചെയ്തിട്ട് 2 പേരുടെയും POV ഇല്ല. 2 പേരുടെയും POV ഇല്ല. അവർക്ക് 2 പേർക്കും POV ഇല്ലെന്ന്. അവർക്ക് 2 പേർക്കും POV ഇല്ല. അവർക്ക് POV ഇല്ലാതാണ് അവർ കളിച്ചത്. അതൊന്ന് നിങ്ങൾ ആ സിറ്റുവേഷനിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. നിങ്ങൾ ഈ വാറ് കാണാത്ത ആൾക്കാരാണെങ്കിൽ അഡ്മിൻ്റെ POV എടുക്കുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എന്താണ് അവരവിടെ കാണിച്ചതെന്ന്. അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ബ്രോ മെസ്സടിക്കല്ലേ ബ്രോ? നിങ്ങൾ കളിച്ചോ, കുഴപ്പമില്ല. പിന്നെ ഈ അടുത്ത വട്ടം കാണുമ്പോൾ ഈ മെസ്സായിട്ട് വരല്ലേ ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്ന നീയൊക്കെ ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്ന നീയൊക്കെ അടുത്ത വട്ടം ഓസി പറഞ്ഞ് മെസ്സടിക്കല്ലേ, മനസ്സിലായോ? എന്നിട്ടും അതിനകത്ത് ഇന്നലെ ഓസിയും കാര്യങ്ങളൊക്കെ കുറച്ച് പേരെ പറഞ്ഞു. നമ്മളതൊന്നും റിപ്പോർട്ടും ചെയ്തിട്ടില്ല, നമ്മളതൊന്നും പറഞ്ഞിട്ടുമില്ല. പോട്ടെ, ഇവന്മാരെ എല്ലാവരോടും ബാൻ ചെയ്ത് വിട്ടാൽ ഇവന്മാരെ ഇനി തല്ലാൻ പറ്റൂല, അതല്ലേ പ്രശ്നം. ഇവന്മാരെ വീണ്ടും തല്ലണം, കുറച്ച് ദിവസം കൂടെ തല്ലണം. അത് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീണാലും വീണില്ലേലും ഇനിയിപ്പോൾ ഫേസ് ക്യാം കട്ട് ചെയ്തിട്ടില്ല, ഇവന്മാരെ കുറച്ച് ദിവസം കൂടെ തല്ലണം. ഇവന്മാരെ കൂൾ ഡൗൺ 3 ദിവസം കഴിയുമ്പോൾ മാറുമ്പോൾ വീണ്ടും സിറ്റുവേഷൻ എടുക്കുക. ഇത് തന്നെ ഇതിനി ഇതാക്കത്തില്ല, അങ്ങനെ തന്നെ കൊണ്ടുപോകത്തുള്ളൂ.